ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ആധുനിക ഈസ്റ്റ് ഇന്ത്യ കമ്പനി സാമ്പത്തിക തകർച്ചയെ തുടർന്ന് അടച്ചുപൂട്ടിയതായി റിപ്പോർട്ടുകൾ. 170 വർഷങ്ങൾക്ക് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വീണ്ടും പാപ്പരായി പൂട്ടിയിരിക്കുകയാണ്. ഒരു കാലത്ത് ശ്രദ്ധേയമായ ഒരു ശക്തിയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുടെ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് വഴിയൊരുക്കിയ അപാരമായ സാമ്പത്തിക സ്വാധീനവും രാഷ്ട്രീയ ശക്തിയും അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ കമ്പനി വീണ്ടും അടച്ചുപൂട്ടി. ലണ്ടനിലെ ഒരു ആഡംബര റീറ്റെയിലറായി പ്രവർത്തിച്ചു വരികയായിരുന്നു കമ്പനി. ഇന്ത്യൻ സംരംഭകനായ സഞ്ജയ് മെഹ്ത 2010 ഏറ്റെടുത്ത ഈ കമ്പനി ലണ്ടൻ ആസ്ഥാനമായ ആഡംബര ചായയും ഭക്ഷണ സാധനങ്ങളും വിൽക്കുന്ന സ്ഥാപനമായി മാറിയിരുന്നു. എന്നാൽ വൻതുകയുടെ കടബാധ്യതയെ തുടർന്ന് കമ്പനി ഇപ്പോൾ ലിക്വിഡേഷനിലേക്ക് നീങ്ങുകയും ലണ്ടനിലെ സ്റ്റോറുകൾ അടച്ചുപൂട്ടുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലും വൻതോതിലുള്ള ചൂഷണം നടത്തിയതിനാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൈതൃകം പ്രധാനമായും നെഗറ്റീവ് അർത്ഥങ്ങളിലായി കാണപ്പെടുന്നത്. ആഗോള വ്യാപാരത്തിൽ മാറ്റം വരുത്തിയെങ്കിലും അക്രമത്തിലൂടെ 30 ദശലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമായ മഹാബംഗാൾ ക്ഷാമത്തിലൂടെയും ഇന്ത്യക്കാർക്ക് വലിയ ദുരിതം വരുത്തിവച്ചിരുന്നു. 2000കളുടെ തുടക്കത്തിൽ മൊത്ത വ്യാപാര സംരംഭമായ പുനരാരംഭിക്കണമെന്ന പ്രതീക്ഷയിൽ ഓഹരി ഉടമകളിൽ നിന്ന് ആ ചരിത്ര പ്രസിദ്ധമായ പേരിന്റെ അവകാശങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ സംരംഭകനായ സഞ്ജയ് മെഹ്തയാണ് പുനരുജ്ജീവനം സാധ്യമാക്കിയത്. ഒരു ഇന്ത്യക്കാരൻ കമ്പനി സ്വന്തമാക്കിയത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പലരും ഒരു പ്രതികാരമായിട്ടാണ് ഇതിനെ കണക്കാക്കിയത്. കമ്പനിയുടെ വെബ്സൈറ്റ് പ്രവർത്തനരഹിതമാണ്. ലണ്ടനിലെ മെയ്ഫെയറിൽ 97 ന്യൂ ബോണ്ട് സ്ട്രീറ്റിലുള്ള അവരുടെ കട ഒഴിഞ്ഞുകിടക്കുന്നതായി ഏജന്റുമാർ വഴി വാടകയ്ക്ക് നൽകാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.